ജോലി കഴിഞ്ഞ് വൈകിട്ട് ബാങ്കിൽ നിന്നും വീട്ടിൽ വന്ന് കയറിയപ്പോഴേ അമ്മയുടെ മുഖത്ത് പതിവില്ലാത്തൊരു തെളിച്ചം തോന്നി. ഒപ്പം എന്തോ അമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടെന്നും ചോദിച്ചപ്പോൾ, നീ പോയി മുഖം കഴുകിവാ, ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് പോയി. 6 വയസ്സുകാരൻ അപ്പു, എൻ്റെ മോൻ, അച്ഛനൊപ്പം പറമ്പിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാനും അവരുടെ അടുത്തേക്ക് ചെന്നു. ആഹാ, നീ ഇതുവരെ ഫ്രഷ് ആയില്ലേ എന്ന ചോദ്യവുമായി മിനിറ്റുകൾക്കുള്ളിൽ അമ്മ ചായയുമായി അവിടേക്കെത്തി. ചായയും വാങ്ങി റൂമിലേക്ക് നടന്ന എന്നെ അനുഗമിച്ച അമ്മയെ ഞാൻ ചോദ്യഭാവത്തിൽ നോക്കി. നീ എവിടെ ഇരിക്കെ, അമ്മയ്ക്കൊരു കൂട്ടം പറയാനുണ്ട് എന്നും പറഞ്ഞ് എന്നെ സോഫയിൽ പിടിച്ചിരുത്തി അമ്മയും അടുത്തിരുന്നു. കേൾക്കുന്നതിന് മുന്നേ നീ ദേഷ്യപ്പെടരുത്, അമ്മ മുഖപുരയോടെ പറഞ്ഞു തുടങ്ങി. ശാരദാമ്മയും രാധികയും കൂടെ ഇന്നിവിടെ വന്നിരുന്നു. രമേശിനും കൂടെ വരണമുണ്ടായിരുന്നത്രേ. നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അറിയാത്തത് കൊണ്ടാ. അത്രയും പറഞ്ഞ അമ്മ എന്നെ ഒന്ന് പാളി നോക്കി. ശേഷം ഒരു ഭാവഭേദവും ഇല്ലാതെ ഇരിക്കുന്ന എന്നെ നോക്കി വീണ്ടും തുടർന്നു. സംഭവിച്ചു പോയതിലൊക്കെ അവർക്ക് വലിയ സങ്കടമുണ്ട്. എല്ലാം മറന്ന് നിന്നെ അങ്ങോട്ട് അയക്കണമെന്ന് പറയാനാ അവർ വന്നത്. ഇപ്പോൾ രമേശൻ കൂടിയൊക്കെ നിർത്തിയത്രേ. കൃത്യമായി ജോലിക്കും പോകുന്നുണ്ട്. അവന് നീയും കുഞ്ഞില്ലാതെ പറ്റുന്നില്ലെന്നാ ശാരദേച്ചി പറയുന്നത്. നിന്നെ പലവട്ടം അവൻ ഫോൺ വിളിച്ചിട്ടും എടുത്തില്ലെന്നും പറഞ്ഞു. എൻ്റെ അഭിപ്രായം അറിയാനെന്ന പോലെ അമ്മ വീണ്ടും എന്നെ നോക്കി. കഴിഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്ന് അമ്മ മറന്നു. ഇനി ഒരിക്കലും അവനൊപ്പം എൻ്റെ കുഞ്ഞിനെ വിടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് അമ്മയും കൂടെ ചേർന്നല്ലേ? എൻ്റെ നെറ്റിയിലെ മായാത്ത മുറിപ്പാടിൽ തലോടിക്കൊണ്ട് ഞാൻ ചോദിച്ചു. തെറ്റുപറ്റാത്തത് ആർക്കാ മോളെ? അവന് കൂടിപ്പുറത്തൊരു അബദ്ധം പറ്റി. വൈകിയാണെങ്കിലെല്ലാം തിരുത്താൻ അവൻ തയ്യാറായി നിൽക്കും. ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങളല്ലേ സഹിക്കേണ്ടതും പൊറുക്കേണ്ടതും വിട്ടുവീഴ്ച ചെയ്യേണ്ടതും ഒക്കെ. നീ ഇങ്ങനെ നിന്നാൽ നാളെ നിന്റെ ആങ്ങളയ്ക്ക് നല്ലൊരു ബന്ധം നടക്കുമോ? ബാക്കി നിന്റെ ഇഷ്ടം. അത്രയും പറഞ്ഞ് ചവിട്ടിക്കുത്തി എണീറ്റ് പോയ അമ്മയെ ഞാൻ അത്ഭുതത്തോടെ നോക്കി. എത്ര പെട്ടെന്നാണ് എല്ലാവരും കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നത്. സഹിക്കാനും പൊറുക്കാനും ഉപദേശിക്കുന്നത് എല്ലാം കേട്ടിട്ടും മൗനമായി നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അച്ഛനും അമ്മയുടെ അതേ അഭിപ്രായമാണെന്ന് മനസ്സിലായി. എത്ര ആദർശം പറഞ്ഞാലും കെട്ടിച്ചുവിട്ട മകൾ ഭർത്താവുമായി പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നത് ബാധ്യതയും അപമാനവുമാണല്ലോ. പതിയെ എണീറ്റ് നിറഞ്ഞു വരുന്ന കണ്ണുകളും തുടച്ച് ഞാൻ ബെഡ്റൂമിലെത്തി. കിടക്കയിലേക്ക് വീണു. ഒപ്പം ഓർമ്മകളും എങ്ങോട്ടൊക്കെയോ സഞ്ചരിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കളിൽ മൂത്തവളാണ് ഞാൻ, രമ്യ. അനിയൻ രഞ്ജിത്ത് M.Com കഴിഞ്ഞ് ബാങ്കിൽ ജോലിക്ക് ശ്രമിച്ച് നടക്കുന്ന സമയത്താണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ രമേശേട്ടൻ്റെ ആലോചന വരുന്നത്. രമേശേട്ടൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതാണ്. അമ്മയും സഹോദരിയുമുണ്ട്. സഹോദരി വിവാഹിതയാണ്. ആർഭാടമായി വിവാഹം നടന്നു. ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു രമേശേട്ടന്. വല്ലപ്പോഴും അല്പം മദ്യപിക്കും എന്ന ദുശീലം ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് ആ ശീലം കൂടി വന്നു. ഞാൻ ഗർഭിണിയായ സമയത്ത് സ്ഥിരമായി മദ്യപിക്കുമെന്ന അവസ്ഥയിലേക്കെത്തി അയാൾ. പിന്നീടാണ് അറിയുന്നത് നന്നായി മദ്യപിക്കുന്ന ആളായിരുന്നുവെന്നും വിവാഹം ആലോചിച്ചു തുടങ്ങിയപ്പോൾ ആ ശീലം കുറച്ചതാണെന്നും. വിവാഹ സമയത്ത് പയ്യനെ പറ്റി അന്വേഷിച്ചപ്പോൾ ആരിൽ നിന്നും ഇതൊന്നും അറിയാൻ സാധിച്ചിരുന്നില്ല. ഞാൻ കരഞ്ഞും പിഴിഞ്ഞും എല്ലാവരും ഇടപെട്ടും ആ ശീലം അപ്പോൾ നിർത്തിയെങ്കിലും ഇടയ്ക്കും മുറയ്ക്കും വീണ്ടും തുടർന്നു. അങ്ങനെ ഇരിക്കെ 1.5 വർഷം മുമ്പ് ഞാൻ വീണ്ടും ഗർഭിണിയായി. രമേശേട്ടൻ്റെ അമ്മ രാധികേച്ചിയുടെ വീട്ടിൽ ഒരാഴ്ച നിൽക്കാൻ പോയ സമയം ലീവിംഗ് റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന അപ്പോ ഛർദ്ദിക്കുന്ന ശബ്ദം കേട്ടാണ് അടുക്കളയിൽ നിന്ന് ഞാൻ ഓടിച്ചെന്നത്. നോക്കുമ്പോൾ കുഞ്ഞ് ഛർദ്ദിക്കുകയാണ്. ഒപ്പം മദ്യത്തിൻ്റെ ദുർഗന്ധവും. ആരും അറിയാതെ ഇരിക്കാൻ അയാൾ മിക്സ് ചെയ്ത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന മദ്യം കുഞ്ഞ് ജ്യൂസ് ആണെന്നും കരുതി എടുത്തു കുടിച്ചതാണ്. വായിലെത്തിയപ്പോഴേ ഛർദ്ദിച്ചതുകൊണ്ട് കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. എല്ലാം കണ്ടിട്ടും ഒരു ഭാവഭേദവുമില്ലാതെ നിൽക്കുന്ന അയാളെ ഞാൻ രൂക്ഷമായെന്ന് നോക്കി. നാശം പിടിക്കാൻ ആകെ ഉണ്ടായിരുന്നതാ എന്നും പറഞ്ഞ കുപ്പിയെടുത്ത് എറിഞ്ഞ ശേഷം അയാൾ പുറത്തേക്ക് പോയി. കുഞ്ഞിനെ കുളിപ്പിച്ചുറക്കി ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകണോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അയാളെ കാത്തിരുന്നു. മൂക്കറ്റം കുടിച്ച് 4 കാലിൽ കയറി വന്ന അയാളെ എൻ്റെ ഓരോ ചോദ്യങ്ങളും ചൊടിപ്പിച്ചു. അയാളെൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ച് നെറ്റി ഭിത്തിയിലിടിപ്പിച്ചു. കലി ഒതുങ്ങിയപ്പോൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഒരു വിധത്തിൽ എണീറ്റ് ഫോണെടുത്ത് അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്തി അവിടെ നിന്നും ഇറങ്ങിയതാണ്. ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് അയക്കില്ല എന്ന വാശിയുമായിട്ടാണ് എന്നെയും അപ്പുവിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങിയത്. അയാളുടെ ഉപദ്രവത്തിൽ അന്നെനിക്ക് ഒരുപാട് പരിക്ക് പറ്റി. ഒപ്പം വയറ്റിൽ മുള പൊട്ടി തുടങ്ങിയ ജീവൻ്റെ തുടിപ്പും നഷ്ടപ്പെട്ടു. പ്രശ്നമായപ്പോൾ അവളുടെ സ്വഭാവദോഷം കൊണ്ടാണ് അവനിങ്ങനെ കുടിച്ചു നടക്കുന്നതെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ മകനെക്കുറിച്ചെല്ലാം അറിയാവുന്ന അയാളുടെ അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു. ഒന്നിനും ഞാൻ പ്രതികരിച്ചില്ല. കേസിനും കോടതിക്കുമൊന്നും പോകാതെ പഠിച്ച് ബാങ്കിലൊരു ജോലി നേടുകയാണ് ഞാൻ ചെയ്തത്. കുറേ കാലത്തേക്ക് ആങ്ങളെയോ വീട്ടുകാരോ ഞങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചു നാളായി അയാൾ ഫോണിൽ വിളിക്കാറുണ്ട്.
വാട്സപ്പിൽ ക്ഷമാപണം സന്ദേശങ്ങൾ അയക്കാറുണ്ട്. പ്രതികരിക്കാതെ ആയപ്പോഴുള്ള അടുത്ത അടവാണ് അമ്മയെയും പെങ്ങളെയും ഇങ്ങോട്ടേക്ക് അയച്ച് ഇന്ന് നടത്തിയത്. 1.5 വർഷങ്ങൾക്ക് ശേഷം എത്ര എളുപ്പത്തിലാണ് എല്ലാവരും കഴിഞ്ഞതൊക്കെ മറന്ന് ജീവിതത്തിനു വേണ്ടി ശ്രമിക്കുന്നത്. പുച്ഛം തോന്നി. ഓരോന്നാലോചിക്കും തോറും ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാനാകാതെ ഞാനിരുന്നു. അമ്മ വന്ന് വിളിച്ചിട്ടും അത്താഴം കഴിക്കാൻ തോന്നിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. രാവിലെ എണീറ്റ് ബാങ്കിൽ വിളിച്ച് ലീവ് പറഞ്ഞു. വീട്ടിൽ നിന്നിറങ്ങി നേരെ കയറി ചെന്നത് ഇനി ഒരിക്കലും കാല് കുത്തരുതെന്ന് കരുതിയ അയാളുടെ വീട്ടിലേക്കായിരുന്നു. എന്നെ കണ്ടതും സ്നേഹം വിതറി അയാളുടെ അമ്മ സ്വീകരിച്ചു. പെങ്ങളും മക്കളും അവിടെ ഉണ്ടായിരുന്നു. അയാളും അവിടേക്ക് വന്നു. എന്തായാലും മോള് വന്നല്ലോ, അപ്പോനെ കൂടെ കൊണ്ടുവരായിരുന്നു, അമ്മ പറഞ്ഞു. ഞാൻ വന്നത് സൽക്കാരം സ്വീകരിക്കാനോ ഇവിടെ താമസിക്കാനോ അല്ല. എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇനി ഉപദ്രവിക്കരുത്. ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറയാനാണ്. നിങ്ങളുടെ മകൻ്റെ കുഞ്ഞാണ് അപ്പു. എപ്പോൾ വേണമെങ്കിലും ഞാൻ താമസിക്കുന്ന ഇടത്ത് വരാം. അവനെ കാണാം. അതിൽ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം ആരും പ്രതീക്ഷിക്കരുത്, ഞാൻ തറപ്പിച്ചു പറഞ്ഞു. പെണ്ണുങ്ങളായ ഇത്ര അഹങ്കാരം പാടില്ല. ഒരു തെറ്റവൻ ചെയ്തു, അതിൽ കുറ്റബോധമുണ്ട്, അമർഷത്തോടെ അമ്മ പറഞ്ഞു. എൻ്റെ സ്ഥാനത്ത് അമ്മയുടെ ഈ മോളാണ് വയറ്റിലുള്ള ജീവനെയും നഷ്ടപ്പെട്ട് ദേഹമാസകലം മുറിവുകളുമായി അബദ്ധത്തിൽ മരുമകൻ്റെ ബാഗിൽ നിന്നും മദ്യം കുടിച്ച അവശനായ കുഞ്ഞുമായി ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ തന്നെ പറയായിരുന്നോ? അങ്ങനെയൊക്കെ ചെയ്ത ഭർത്താവിനോട് ക്ഷമിക്കാൻ രാധികേച്ചിക്ക് പറ്റുമായിരുന്നോ? ഉറച്ച ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു. പറ്റില്ല. ഉത്തരത്തിനായി തപ്പിത്തടയുന്ന അമ്മയെയും മകളെയും നോക്കി ഞാൻ തുടർന്നു. മദ്യപിച്ച് 4 കാലിൽ നടന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്ന അച്ഛനെ കണ്ടല്ലേ എൻ്റെ മോൻ വളരേണ്ടത്. ഇതൊക്കെ കണ്ട് നാളെ അവനും ഇതുപോലെ ആകില്ല എന്ന് ആര് കണ്ടു? എനിക്ക് എൻ്റെ കുഞ്ഞിനെ നന്നായി വളർത്തണം. നാളെ അവനെ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടിക്ക് അവനൊരു ബാധ്യതയായി മാറരുത്. പിന്നെ എല്ലാ തെറ്റും ക്ഷമിക്കാൻ സാധിക്കുന്നതല്ല. അന്ന് അയാൾ എന്നെ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ വയറ്റിൽ വളർന്ന കുരുന്നു പോയി. ഒപ്പം എനിക്കും കൂടെ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ? ഇന്ന് ക്ഷമ പറയാനും കൂടെ ജീവിക്കാൻ ക്ഷണിക്കാനും ഞാൻ ഉണ്ടാകുമായിരുന്നോ? എൻ്റെ അപ്പൂന് ആരും ഇല്ലാതായി പോകില്ലായിരുന്നോ? അതാ പറഞ്ഞത്, എല്ലാ തെറ്റും ക്ഷമിക്കാനാകില്ല. അങ്ങനെ ക്ഷമിക്കാൻ ഞാൻ ദൈവവുമല്ല. ദാമ്പത്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകളും തോറ്റുകൊടുക്കലുമൊക്കെ ആവശ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് രാത്രി എനിക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അയാൾ നഷ്ടപ്പെടുത്തിയത്, അയാൾക്കൊപ്പം ഞാനും അപ്പവും സുരക്ഷിതയായിരിക്കും എന്ന വിശ്വാസമാണ്. അതിനി ഒരിക്കലും തിരിച്ചു വരില്ല. പേടിച്ച് അയാൾക്കൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറുമല്ല. 3 പേരുടെയും മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി. ഓട്ടോ പിടിച്ച് നേരെ പോയത് ബാങ്കിലെ പ്യൂൺ നാരായണേട്ടനോട് തലേന്ന് രാത്രി വിളിച്ചു പറഞ്ഞ വാടക വീട് കാണാനാണ്. പതിയെ അപ്പവുമായി അവിടേക്ക് മാറണം. എൻ്റെ ജീവിതം നന്നായി കാണാനായിരിക്കും അമ്മ അങ്ങനെയൊക്കെ ഇന്നലെ പറഞ്ഞത്. പക്ഷേ എനിക്കാകില്ല അങ്ങനെ ഒരാൾക്കൊപ്പം ഇനി ഒരിക്കലും ഒരു ജീവിതം. കാഴ്ചക്കാർക്ക് പല അഭിപ്രായങ്ങളും പറയാം. അനുഭവിച്ചത് ഞാനാണ്. ഇല്ല, ഒരിക്കലും എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവൻ്റെ നാമ്പിനെ ഇല്ലാതാക്കിയത്. എൻ്റെ മനസ്സും ശരീരവും വേദനിപ്പിച്ചതിന് അയാളോട് പൊറുക്കാൻ എനിക്കാകില്ല. എനിക്കിനിയും ജീവിക്കണം, എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി, എൻ്റെ അപ്പുവിൻ്റെ നല്ല ഭാവിക്കായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.